കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മദർ ഏലീശോയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. വിശ്വാസികളുടെ സമൂഹത്തിന്റെ മാതാവ് പ്രബോധനത്തിൽ വ്യക്തത വരുത്തി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ. വത്തിക്കാനിൽ ജനുവരിയിൽ കർദിനാൾ സംഘത്തിന്റെ അസാധാരണ സമ്മേളനം. വീണ്ടും ഒരു വിമോചന സമരത്തിലേക്ക് തള്ളിവിടരുത്, മാർ ആൻഡ്രൂസ് താഴത്ത്. വാർത്തകൾ വിശദമായി. മദർ ഏലീശോയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ആയിരങ്ങൾ സാക്ഷി നിൽക്കെ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികനായ വിശുദ്ധ കുർബാന മധ്യേ മദർ ഏലീശോയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ധന്യ മദർ ഏലീശോയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തിയതിനെ തുടർന്നാണ് മദർ ഏലീശോയെ പ്രാദേശികമായി അൾത്താര വണക്കത്തിന് പ്രതിഷ്ഠിക്കുന്നതിന് മുന്നോടിയായുള്ള സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ധന്യ മദർ ഏലീശോയുടെ നാമകരണത്തിനായുള്ള വൈസ് പോസ്റ്റ്ലേറ്റർ സൂസി കണക്റ്റികൾ മദർ ഏലീശോയുടെ സംക്ഷിപ്ത ജീവചരിത്രം വായിച്ചു. ബോംബെ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് മദർ ഏലീശോയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്തു. വാഴ്ത്തപ്പെട്ട ഏലീശോയുടെ നൊവേന CBCA പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രകാശനം ചെയ്തു. ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സുവനീർ പ്രകാശനം നിർവഹിച്ചു. വാഴ്ത്തപ്പെട്ട മദർ ഏലീശോയുടെ തിരുസ്വരൂപം വല്ലാപ്പാടത്തമ്മയുടെ ബസിലിക്കയിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുപോയി ദേവാലയത്തിൽ പൊതുവണക്കത്തിനായി പ്രതീക്ഷിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എന്നിവരും ചടങ്ങുകളിൽ പങ്കെടുത്തു. വിശ്വാസികളുടെ സമൂഹത്തിന്റെ മാതാവ് പ്രബോധനത്തിൽ വ്യക്തത വരുത്തി സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ. വിശ്വാസ തിരുസംഘം പ്രസിദ്ധീകരിച്ച വിശ്വാസികളുടെ സമൂഹത്തിന്റെ മാതാവ് എന്ന പ്രബോധനം വിശ്വാസികൾക്കിടയിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് വ്യക്തത വരുത്തി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സർക്കുലർ പുറപ്പെടുവിച്ചു. പരിശുദ്ധ കന്യകാമറിയം ദേവമാതാവും നിത്യകന്യകയും അമലോത്ഭവയും സ്വർഗാരൂപിതയുമാണ് എന്ന സഭയുടെ വിശ്വാസ സത്യങ്ങൾ മാറ്റമില്ലാതെ തിരുസഭ ഇന്നും പ്രഘോഷിക്കുന്നുണ്ടെന്നും, എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള ദൈവശാസ്ത്രപരമായ വ്യതിയാനങ്ങളെ തിരുത്താനാണ് പുതിയ പ്രബോധന രേഖ ലക്ഷ്യം വെക്കുന്നതെന്നും മാർ റാഫേൽ തട്ടിൽ വിശദീകരിക്കുന്നു. തിരുസഭ ഒരിക്കലും പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മറിയത്തോടുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കാൻ ചില മരിയ ഭക്തർ പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ ഈ വിശേഷണം ദൈവശാസ്ത്രപരമായി ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് പുതിയ പ്രബോധന രേഖ ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടമാക്കുന്ന ജപമാലയും നൊവേനകളും ഉത്തരീയ ഭക്തിയും കത്തോലിക്ക സഭയിൽ യാതൊരു മാറ്റവുമില്ലാതെ തുടരുമെന്നും, രക്ഷാകര പദ്ധതിയിൽ ഈശോയും മാതാവും വഹിച്ച പങ്കിനെ നിയതമായി നിർവചിക്കുന്ന ഈ പ്രബോധന രേഖയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും തെറ്റായ പഠനങ്ങൾക്കുമെതിരെ നമ്മൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മാർ റാഫേൽ തട്ടിൽ ഓർമ്മിപ്പിച്ചു. വത്തിക്കാനിൽ ജനുവരിയിൽ കർദിനാൾ സംഘത്തിന്റെ അസാധാരണ സമ്മേളനം. ജനുവരിയിൽ കർദിനാൾ സംഘത്തിന്റെ അസാധാരണ സമ്മേളനം ലയോ മാർപ്പാപ്പ വിളിച്ചു ചേർക്കും. ജനുവരി 7, 8 തീയതികളിലാണ് സമ്മേളനം. സമ്മേളനം ചർച്ച ചെയ്യുന്ന വിഷയം പുറത്തുവിട്ടിട്ടില്ല. വീണ്ടും ഒരു വിമോചന സമരത്തിലേക്ക് തള്ളിവിടരുത്, മാർ ആൻഡ്രൂസ് താഴത്ത്. വീണ്ടും ഒരു വിമോചന സമരത്തിലേക്ക് തള്ളിവിടരുതെന്ന തൃശൂർ ആർച്ച് ബിഷപ്പും CBCI പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് താഴത്ത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം വനമേഖലയിലും തീരപ്രദേശത്തും വാണിജ്യ രംഗത്തുമായുള്ള പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ചർച്ച് ആക്ട് അടക്കമുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ക്രൈസ്തവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരായും അദ്ദേഹം പ്രതികരിച്ചു. അടുത്തയാഴ്ച കാത്തലിക് അപ്ഡേറ്റ്സിൽ കാണുന്നതുവരെ നമസ്കാരം.